ഡിജോ ജോസ് ആന്റണി കഥയെഴുതി സംവിധാനം ചെയ്ത് നമ്മുടെ ടോബി നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഈ ഡിജോയുടെ ഇതിനു മുമ്പുള്ള സിനിമ ക്യൂൺ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. പിന്നെ നമ്മുടെ നിവിൻ പോളിയെ നായകനാക്കിയിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട്. ഇതിന്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ജേക്സ് ബിജോയാണ്. ഒരു രക്ഷയിലാട്ടോ, കിഡു സാധനമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും BGM ഒക്കെ പൊളിയാണ്. അതുപോലെ തന്നെ ടിജോ ടോമിയാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫിയൊക്കെ നൈസ്, വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഇതിന്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വരും, EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു. പിന്നീട് ഈ ഭൂസമരം അതുമായി ബന്ധപ്പെട്ട് ഈ ഭരണം പോകുന്ന ആ ഒരു സമയം, പിന്നെ ഈ ബ്രിട്ടീഷ് കമ്പനിയുടെ ആ ഒരു അധിനിവേശം, പിന്നെ നാട്ടിൽ മറ്റേ ജാതീയത, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ സിനിമയുടെ ഒരു കഥ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പള്ളിച്ചട്ടമ്പിയായിട്ട് വരുന്ന നമ്മുടെ ടോവിയാണ്. ടോവിയുടെ പെർഫോമൻസ് കിഡുവാണ്, ഒരു രക്ഷയില്ല. പുള്ളി വേറെ ലെവലാണ്. ഫൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. കാളിയാർ ഗ്രാമം, തരിയോട്ടുമല, അതുപോലെ കുന്നുംപുറ, അങ്ങനെ ഈ 3 ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഈ തരിയോട്ട് മലയിൽ നിന്നാണ് നമ്മുടെ പള്ളിച്ചട്ടമ്പി ഈ കാളിയാർ ഗ്രാമത്തിലേക്ക് വരുന്നത്. ഒരു ചട്ടമ്പിയുടെ റോളിലാണ് പുള്ളി എത്തുന്നത്. പിന്നെ കമ്മ്യൂണിസം നാട്ടിൽ വളരുന്നതും അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം വരുന്നത്. നമ്മുടെ KPSCയുടെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള ഒരു സംഭവം, അതൊക്കെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു ഡ്രസ് കോഡ്, അതുപോലെ ആ കാലഘട്ടത്തിൻ്റെ ആ ഇതൊക്കെ മാക്സിമം അവർ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് നായികയാണ് റബേക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഒരു രക്ഷയല്ല കേട്ടോ, പുള്ളിക്കാരി വേറെ ലെവലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിക്കാരിയുടെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ട്. കുറച്ച് ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. സിനിമയുടെ മെയിൻ വില്ലൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, കാരണം അതൊന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ വില്ലനെ കാണിക്കുമ്പോൾ ആ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളി അവർക്ക് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് ഗംഭീരമാണ് കേട്ടോ. അതൊന്നും കഥയിലേക്ക് വന്ന് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആ കൊടുത്ത ബിൽഡപ്പ് ഇല്ലേ, അതിനകത്ത്, അതായത് ഇതിൻ്റെ ഗ്രാഫിക്കിനെ കയറിയും ഇറങ്ങിയാണ് സിനിമയുടെ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ആവറേജ് ഫീലാണ് തന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സിനിമ കുറച്ചും കൂടെ ഒന്ന് ഹൈ ആകുന്ന ഒരു ഹൈപ്പ് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു സാധനം വരുന്നുണ്ട്. പക്ഷേ ഈ പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരാളെ ഇതിനകത്ത് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം പുള്ളിയുടെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ ഒരു വില്ലനെ കാണിക്കുന്നുണ്ട്. പുള്ളി തന്നെ മതിയായിരുന്നു തോന്നുന്നു വില്ലൻ. പിന്നെ നമ്മുടെ സിദ്ദീഖാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ. അതായത് ഈ EMSന്റെ ആ ഭരണം താഴെ ഇറക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു സൂത്രധാരനായിട്ടാണ് കാണിക്കുന്നത്. ഈ ഭൂസമരത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട ആ ഒരു ചരിത്രം ഉണ്ടല്ലോ. പിന്നെ ബാബുരാജ് അത്യാവശ്യം നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അവസാനം ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ബാബുരാജിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ആവേശം കൊണ്ടുവന്നിട്ട് പിന്നെ നേരെ അത് അങ്ങോട്ട് താഴോട്ട് പോകും. കാരണം ഫൈറ്റ് ആണെങ്കിലും അവസാനത്തെ ആ ക്ലൈമാക്സ് ഫൈറ്റൊക്കെയാന്ന് പറഞ്ഞാൽ സത്യത്തിൽ പിന്നെ ടൊവിയൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ക്യാമറ ടെക്നിക്ക് കൊണ്ട് ആ ഒരു ഫൈറ്റ് വളരെ ഒരു മോശമായ രീതിയിൽ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ജോണി ആൻ്റണി ഇതിനകത്തൊരു സീനിലെത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ TG രവി നല്ലൊരു റോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നൈസായിട്ട് ഈ പെർഫോമൻസ് ബേസ് എല്ലാം ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കോ എന്തൊക്കെയോ ചെറിയ ഒരു മിസ്റ്റേക്ക്, പാളിച്ചകൾ. അതെനിക്കൊന്ന് ഒരു പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സിനിമ എടുത്തോണ്ടായി. പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഒരു നാട്ടിൻപുറത്ത് ഒരു ചട്ടമ്പിയായിട്ടായിരിക്കും പുള്ളി വരുന്നത്. പക്ഷെ അതല്ല, അതിനകത്ത് കുറച്ച് ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് കണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് നമുക്ക്. കാരണം ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. മെയിൻ വില്ലൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും അറിയാം മെയിൻ വില്ലനായിട്ട് ഇതിനകത്ത് ആരാണ് വന്നതെന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, അവർ തമ്മിലുള്ള ഇതറിയാൻ വേണ്ടി. സഖാവ് കൃഷ്ണപിള്ളയുടെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ടൊവി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ടൊവിനോ തോമസ് നല്ല കിഡുവായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണവും അതിനകത്തുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. വലിയ എന്താ പറയുക, ആവേശം കൊള്ളുന്ന അല്ലെങ്കിൽ വലിയ രോമാഞ്ചം കൊള്ളുന്ന സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ ചില സംഭവത്തിൽ നമുക്ക് ആ ഒരു BGM ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത് എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ട് തോന്നി. പക്ഷെ ബോറടിയും ലാഗൊന്നുമില്ല. 2 മണിക്കൂറും 10 മിനിറ്റോളം സിനിമ പെട്ടെന്ന് അതിൻ്റെ കഥ പറഞ്ഞ് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ ട്വിസ്റ്റും കാണിക്കുന്നുണ്ട്. ഞാനെന്തായാലും വില്ലനെ ഞാൻ പറയുന്നില്ല, കാരണം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഒന്ന് കാണുക. അത്യാവശ്യം ബോറടി ഇല്ലാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വലിയ മോശമൊന്നും പറയാനായിട്ടൊന്നും ഇല്ല സിനിമ, വലിയ തെറ്റ് പറയാനായിട്ടൊന്നുമില്ല. കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്
എത്രത്തോളം ആൾക്കാർക്ക് ദഹിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഏതാണേലും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയിരുന്നു. പിന്നെ കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നുള്ള ആ ഒരു സോങ് അത് അടിപൊളിയാണ്. എൻ്റെ വിഷ്വലൊക്കെ ഭയങ്കരമാണ്. വിഷ്വൽ ട്രീറ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. കാരണം ആ അമ്മാതിരി ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ബൈ.